സമയം കൂടെ പറയണം മോളെ കേട്ടോ. സമയം 2:13 രാത്രി. ബിഗ് ബോസ് പകൽ 2:13 സമയം രാത്രി 2:13 ബിഗ് ബോസ് ഹൗസ്. അതല്ലല്ലോ അതിന്റെ മ്യൂസിക്. ഭാവി വരൻ പിന്നെ കച്ചറടി. ഭാവി വരൻ തെണ്ടി കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്നില്ല ഫോണിലാ. കഴിഞ്ഞ ദിവസം നോക്കുമ്പോ കാര്യമായിട്ടിരുന്ന് കാണും. എന്ന് മറ്റേ സൂത്രനല്ലേ കൂർക്കന്റെ പാലരമല്ലേ, അത് ഇൻസ്റ്റാൾ ചെയ്ത പേജിലെടുത്ത് വെച്ച് സൂത്രം വായിക്കാം. അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതായത് ഞങ്ങൾ എല്ലാരും ആറ്റുമട്ടക്ക് മാത്രമില്ല ചേച്ചി കാറ്റടിച്ചിട്ട് ചേച്ചി സംഭവിക്കും. ചേച്ചിയുടെ കണ്ണൊക്കെ വല്ലാണ്ട്. എല്ലാരും ഒന്നും മിണ്ടായിരുന്നു. എനിക്കൊരു ഇൻട്രോ എടുക്കായിരുന്നു. പരിപാടി പോവാ. അതായത് ഞങ്ങളിപ്പോ എറണാകുളത്ത് ആശുപത്രിയിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ആറ്റുമട്ടക്കിരുന്ന് നല്ല ഇവരൊക്കെ തന്നെ പിടിച്ച മീൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിച്ച് റെസ്റ്റ് എടുത്ത് വീട്ടിലോട്ട് പോകാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് ഓർത്ത് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം ടാറ്റ വീഡിയോ കഴിഞ്ഞിട്ടല്ലേ, എന്നാലും ടാറ്റ ഈ ടാറ്റ നിങ്ങൾ പിന്നെ എടുത്തത് അതുകൊണ്ട് കാണിച്ചു കൊടുക്കൂ കിച്ചുമോൻ. അയ്യോടാ ഇവന്റെ അമ്മയോട് ഞാൻ എന്ത് സമാധാനം പറയിച്ചെടുക്കാൻ വഴിപഴിച്ച് പോവോ? ഏത് സമയവും നിന്റെ ഫോൺ ചെക്ക് ചെയ്യാനുള്ള പൂർണ്ണ അവകാശം എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും. കാരണം എന്റെ ഫോൺ ഞാൻ നിനക്ക് തരുന്നുണ്ട്. മരുമോളെ കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്. എനിക്ക് മലപ്പുറത്ത് നിന്ന് കെട്ടിക്കാവൂന്നും പറഞ്ഞ് ഒരു കമന്റ് കിടക്കുന്നുണ്ട്. പിന്നെ എന്റെ ഫോൺ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഫോൺ ഞാനും ചെക്ക് ചെയ്യും. അപ്പൊ ഇവന് മെസ്സേജ് അയക്കുന്ന ഓരോരുത്തരുടെ ശ്രദ്ധയ്ക്ക് എല്ലാം ഞാൻ കാണുന്നുണ്ട്. ചിലവരെ ദീപ്തിന്ന് മിസ്സാകും, അതിനെ ഞാൻ പിടിക്കും. എന്റെ മിസ്സാതിനെ കുഞ്ഞാ പിടിക്കും. അവിടുന്ന് അമ്മു. ഇതിൽ 4 വിട്ടു പോകത്തില്ല. കേറുന്നവരെ ഓർത്തണം. അതല്ലേ കേറുന്നവരെ ഓർത്തണം. പുലിമടയിലോട്ടാ കേറുന്നത്. നല്ലൊരു മോനെ. അമ്മയുടെ അച്ഛന്റെ ഒക്കെ വാക്ക് കേട്ട് വളരുന്ന കുഞ്ഞാ. ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ഓടിക്കൊണ്ടുവന്ന് ചേച്ചി മെസ്സേജ് അയക്കുന്നു, ഞാൻ എന്തിനാ പേടിച്ച് ഞങ്ങളെ കാണിച്ചാലോ. വേറൊരു കാര്യമുണ്ട്. എനിക്കൊരു സംശയം. പേരിട്ടതേ കിച്ചും കിടും. എനിക്ക് വേറെ സംശയം. ഒരു ചെവി ഓടുന്നു കേട്ടു. അല്ലെന്ന് കിച്ചും കിടും 10 എന്തുമായിരിക്കും. 10 പോണ്ട, ഇപ്പളേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉടുപ്പും കൊള്ളാം, അവളും കൊള്ളാം. അങ്കമാടി വന്നൊരു കൊച്ചിനെ പറ്റി അല്ല, നമ്മൾ ഇവിടത്തെ സ്ഥലം വിറ്റ് നമ്മള് കോളേജിൽ വേറെ വീട് വാങ്ങേണ്ടി വരും. കാരണം എന്നും പോണല്ലോ. അപ്പനപ്പൂപ്പന്മാരെ വരെ ഇപ്പൊ പറയാ ട്രെൻഡ്. ദൈവമേ എന്നെ പറയുന്നത് ഞങ്ങള് കുറച്ചയച്ചു തരാൻ പോ. ഉറക്കം വരുന്നോടാ. അതെങ്ങനെ ഉറങ്ങും? നിന്നെ ഉറക്കിയിട്ട് വേണ്ടേ അവര്? ദേണ്ട് കിടക്കുന്നു, ഉറങ്ങി ഓണന്ന് കിടക്കുന്നു കാള മനുഷ്യ. കിച്ചു ബാധിച്ചു. നമുക്ക് ഇതിനകത്തിരുന്ന് ഉറങ്ങാം. ഇതിനകം നനഞ്ഞിട്ടുണ്ട്. ചെറിയൊരു നനവേ ഉള്ളു കേട്ടോ. ആ ശരിയടി. ആകെ ഒരു ബെഡ്ഷീറ്റും ഉണ്ട്. നല്ല എടാ ഈ ഒരെണ്ണം അച്ചാച്ചിക്ക് കൊടുത്തേ. അടക്കട കൊതു കയറും. ഇതിനകം നനയുന്ന ആദ്യമായിട്ടാണല്ലോ. നമ്മളിപ്പോ മീൻ പിടിക്കാൻ പോവാ. ഒന്നും കാണുന്നില്ല. ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. വന്നു ഡ്രസ്സ് മാറി ഞങ്ങൾ പോവാ. കാട്ടി പോയാ ഒന്നുമില്ല, ആരും പഠിക്കില്ല. മീൻ പിടിക്കാൻ പോയാ കേട്ടോ. ഗ്രില്ലടിച്ച് കഴിക്കാം. ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണ്. പോയില്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് വരുന്ന വഴി പത്തനംതിട്ടയിൽ വിളിക്കുമെന്ന് പറഞ്ഞ തൊട്ടാക്കി ആപ്പിലാണ് ഒരു ദിവസം ആൾക്കാർ അവനെ ഉപേക്ഷിച്ചവരൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. കറുവപ്പിലാണോ? എല്ലാം പ്രകൃതി രമണീയം. ഈ വീഡിയോ ആരും കാണല്ലേ. ഇത്ര ഇടം വായിച്ചു കളഞ്ഞേക്കണം. 2 ഇല എടുത്താലേ ഇല എടുത്താലേ പൊട്ടിക്കളിക്കത്തുള്ളൂ. ഞങ്ങളൊക്കെ അതല്ലേ ഞങ്ങൾ ഇല എടുക്കാൻ കൊടുത്ത് 3 മൂടാവേ. ഞാനും അച്ചാച്ചി കൂടെ സ്ഥിരമായിരുന്നു ഈ ഏരിയയിലൊക്കെ മീൻ പിടിക്കാൻ. ഞാൻ അച്ചാച്ചി മീൻ പിടിക്കാൻ അവിടെ എല്ലാം കൊണ്ടിരുന്നത്. ഞാനാ പഠിപ്പിച്ചത്. അന്ന് ഞാൻ മുട്ടയിലെറിയുന്ന പ്രായോ. പക്ഷെ ഞാൻ എവിടെ എല്ലാം അച്ചാച്ചിയെ കൊണ്ടിരുന്നത്. ജാർഖണ്ഡിൽ ഞങ്ങൾ ചായ കുടിക്കും. പിന്നെ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്.
ചേച്ചിയുടെ ആദ്യത്തെ കല്ലൂർ മിസ്സാവുന്ന ഇവിടുന്ന്. പിന്നെ അവളെ കണ്ടിട്ടില്ല. ആരോ മുള്ളം പന്നിക്ക് എങ്ങാണ്ട് വെച്ച കുരുക്കിനകത്ത്. ചേച്ചി ദിവസങ്ങളോളം പട്ടിണി കിടന്ന് തേടി തേടി അലഞ്ഞ് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ പുതിയ സോന, കല്ല് സോന കൊണ്ടുവരുന്നുണ്ട്. കല്ല് സോന നേരം വിളിക്കാറായി. എനിക്കതാ ഒരു വിഷമം. ഇത്രയും ഉറങ്ങിയത് പോരാ. ഇറങ്ങുന്നതെല്ലാം നമ്മൾ തിരിച്ചിറങ്ങണം. നമുക്ക് നീന്തി അക്കരെ അറിയാലോ, അതിൽ എളുപ്പമാണ്. ഇത്രയും ഉറങ്ങിയത് പോരാ. ലേഡീസ് ഹോസ്റ്റല് ലൈറ്റ് അടിക്കല്ലേ, ഇനി നാളെ പോലീസുകാർ തിരക്കി ഇറങ്ങും. അത് നല്ല ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലോ. ഇവിടെയാണോ ഇന്നാളെ മുളയ്ക്ക് വില പറഞ്ഞു. നേരം വെളുക്കാറായി. അവിടെ നിന്ന് കയറിയപ്പോൾ തൊട്ടേ ഉറക്കവാ. പിന്നല്ലാണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണോ ഒരു 6:30 ആയി കാണുമല്ലേ. അതായത് ഇന്ന് അവൻ ആദ്യമായിട്ട് കുറച്ച് വണ്ടി ഓടിച്ചു. അതിന്റെ ഒരു അഹങ്കാരം അവനുണ്ട്. ദൈവമേ, ഞാൻ അവന്റെ കൈ തെളിയാൻ വണ്ടി കൊടുത്ത ധൈര്യമായിട്ട്. എടാ അതിനെ വണ്ടി ഓടിപ്പിച്ചപ്പോ കിടന്നുറങ്ങി എന്റെ ധൈര്യം സമ്മതിക്കണം. അച്ചാച്ചി അവനൊരു 5000 അക്കൗണ്ട് അവൻ സ്വന്തമായിട്ട് തുടങ്ങി. 5000 എടുത്ത് കഴിഞ്ഞാൽ പിന്നെ സുഖത്തോണ്ട സൗന്ദര്യം കാണാൻ പറ്റും. അപ്പൊ ഇത്രയും കാലം വീഡിയോ നമ്മളാരായി. ലുലുമാള് വരെ കാണാൻ തുടങ്ങിയത് ഫാൻസായി. ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നു, എന്താ ഞാൻ ഇതുവരെ ലുലുമാള് കണ്ടിട്ടില്ല, കിച്ചു എടുത്തു. അതും പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ സുലുമാള് ലുലുമാള് ഓർമ്മ വന്നു. താണ്ടേ കോയിസ് ഞങ്ങൾ 2 ആൾക്കാരെ കണ്ടുപിടിച്ചു. കടയെല്ലാം അടച്ചു. ഈ നിഷ്കളങ്കത്തിന് മുന്നിലാണ് ഞാൻ വീണ് പോയത്. ഇതെന്ത് മീനാണ് പറഞ്ഞോടാ. അമ്മു എടാ അമ്മുനെ കാണിച്ചു വിട്. കിട്ടിയ ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി. ആരാ വണ്ടി ഓടിച്ചു വരാം. അതുകൊണ്ട് എറണാകുളം ഏതുപോലത്തെ കണ്ണൂരമ്മൂന് വരെ പറ്റുന്നില്ല. കിച്ചുവിന്റെ ഫാൻസ് കാരണം. അവരാരും എന്നെ അന്വേഷിക്കുന്നില്ലല്ലോ. എന്റെ അക്കൗണ്ടിൽ വന്നു. അല്ല വേറെ കാര്യം പറയാനുണ്ട്. ഇവന്റെ കല്യാണം 2 ദിവസം മുമ്പ് ഉറപ്പിച്ച കാര്യം പറഞ്ഞു കൊടുത്തു. അല്ലെന്ന് ഇവിടെ അമ്മ വിളിച്ച കാര്യം പറഞ്ഞേക്കണോ? ഡയലോഗ് അതിന് വലിയ ഡയലോഗ് എല്ലാം അവന്റെ ഫാൻസിനോട് ഞാൻ പറഞ്ഞുതരാം. ഇവന് ഞാൻ ശമ്പളം തീരുമാനിച്ചു 20,000 രൂപ. എന്നിട്ട് ഇവൻ ചെയ്യുന്ന ഓരോ വൃത്തികേടിന് ഇവന്റെ ശമ്പളം ഞാൻ വെട്ടി കുറക്കും. ഇപ്പൊ കുറച്ച് -28 ഓടുന്നു. ഇനി അവന്റെ അച്ഛൻ പത്തനംതിട്ട ടൗണിൽ നിന്ന് അത് വിൽക്കും. എന്തിനാ എന്റെ ബാധ്യത തീർക്കാൻ. ഇവനുണ്ടാക്കിയ ബാധ്യത തട്ടണ്ടായിരുന്നു. കൊടുത്തേനെ ഞാനിപ്പോ. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്റെ വിവാഹം 8 വർഷം മുന്നേ. ഇവന് 12 വയസ്സുള്ള തീരുമാനിച്ചത്. ചുമ്മാ ആരും വിശ്വസിക്കല്ലേ. ആരും വിശ്വസിക്കല്ലേ. ആരും വിശ്വസിക്കല്ലേ. അമ്മ ചേച്ചി എപ്പാ? അമ്മ ചേച്ചി ഇന്നലെയോ അതോ ഇന്ന് രാവിലെയോ? ഇവിടെ മഴ ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ കയറിയപ്പോഴായിരുന്നു മഴ? അത്തിക്കയത്തൊക്കെ കയറിയപ്പോൾ എൻ്റെ ദൈവം മഴയോ മഴ. ഭയങ്കര മഴ. ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് അറിയുന്നേ. ഞാൻ എടുത്തിട്ട് വന്നേ. എങ്ങനെയായിരുന്നു ചവിട്ടി കൊടുത്തിട്ട് കൊണ്ടുവന്നേ. നമ്മുടെ 1-2 കസേര കസേര ഞാൻ കണ്ടില്ല. അതാണ് ഏറ്റവും പായല മീൻ പറയാ സെന്ററിലൊക്കെ വെക്കത്തില്ല. എന്തുമാത്രം പ്ലേസ് ഉണ്ടത്. ഞാനെല്ലാം കാൽക്കുലേറ്റ്. ഇത്ര മീനേ ഉള്ളൂ. ഈ മീൻ അച്ചാച്ചി നീന്തി അല്ല അച്ചാച്ചി വലയിട്ട് പിടിച്ച. അച്ചാച്ചി നീന്തി പിടിച്ച. മീൻ പിടിക്കുന്നതിന്റെ ക്ലാസ് വേണമെങ്കിൽ അച്ചാച്ചയെ ബന്ധപ്പെടുക. അല്ലേ സൗണ്ട് കുറഞ്ഞു. നാരങ്ങ കടയൊന്നും ഇല്ല. നിനക്കൊരു കാര്യം പറയുന്നുണ്ടല്ലോ. നിനക്ക് ഫോൺ പെൺപിള്ളേർ ഫോൺ വിളി കാരണം ഒരു ലൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും പേര് കൊടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഇവന്റെ കല്യാണം. വേറൊരു കേസ് അല്ല, എനിക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ പുള്ളിയെ ഒന്ന് വിളിച്ചു വെക്കണം. കുഞ്ഞാവേ ഞാൻ സ്റ്റോറി ഇടും എന്റെ 10 ഫോളോവേഴ്സ് വെച്ച് കുറയുവാ. എന്താണ് സംഭവം? തോടാ അങ്ങനെ
ഞാൻ സ്റ്റോറി ഇടത്തില്ലേ, ഞാൻ എപ്പോ സ്റ്റോറി ഇട്ടാലും എന്റെ 10 ഫോളോവേഴ്സ് കുറവാ. ഇതിനെപ്പറ്റി അറിയാവുന്നവർ കമന്റ് ചെയ്യുവാന്നല്ലേ. ഒരു കാര്യമുണ്ട്, ഒറ്റ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അവളും പോയേനെ. ഞാൻ കാര്യം നീ ഉച്ചയ്ക്കുള്ളൂടെ തിരിച്ചു കണ്ടില്ല തന്നെ അക്കരെ ലേഡീസ് ഹോസ്റ്റലാന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത് ഇതൊക്കെ കോപ്പിറൈറ്റ് ആയി, ഇതൊക്കെ വേറെ. എടാ നീ അതൊന്ന് കട്ട് ചെയ്തേ. മണിയമ്മനെ വിളിച്ചാണോ? വെള്ളം പറ്റുമെന്ന് മറ്റേ ഞങ്ങൾ വന്നു, ഇവിടെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, വന്നങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. കിട് വന്നില്ല കേട്ടോ, കിട് ഉറക്കാം. ഞങ്ങൾ ഇന്നൊരു ചിക്കൻ മേടിച്ച് ഫുൾ കോഴി ഷവായി എത്രയും ബാക്കി വന്നു, ഒന്നും ബാക്കി വന്നില്ല, എല്ലാവരും പൊടിച്ച് ഞങ്ങൾ. എല്ലൊക്കെ ഞാൻ ഇന്ന് അരച്ച്, കാരണം എന്നും എനിക്ക് ചീക്കത്തോടായിരുന്നു. എന്തെല്ലാം കഴിവുകളാണെന്ന് അറിയത്തില്ല. ഈ കഴിവ് ക്യാമറ ഇങ്ങ് വാടാ. കൂടെ ചാടും. കഴിക്കുന്നില്ല. എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കഴിച്ച് കുഞ്ഞാവെന്നെ വെറുതെ ഇരിക്കുമോ അവനോട് പറയട്ടെ. നമ്മൾ 5-6 ദിവസം ഉണ്ടാക്കിയപ്പോൾ കഴിച്ചില്ല. അതെന്താ ഇത്രയും മാവ് പറയുന്നത്? കഴിച്ചില്ലല്ലോ. ഭയങ്കര ടേസ്റ്റ്. നല്ല ഇതിന് ഇതുണ്ടോ മാംസം കണ്ടോ എന്ത് ഫ്രഷ് ആണെന്ന് അറിയാം. ഈ ആറ്റിൽ നിന്ന് ഇങ്ങനെ ഒഴുകി നേരെ പാത്രത്തിലോട്ട് വന്നു. അമ്മ വരും. ഇത് കൂരലാ? ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. കൂരൽ കല്ലോങ്ങാലി ഇല്ലേ? കല്ലോങ്ങാലി ഇല്ലേ? കന്യാകുമാരി. കല്ലോമാരി അല്ല കല്ലോമാരി ഇല്ലേ? പച്ചക്കുരുമുളകാ? ചൂട് കൊണ്ടൊന്നും പറ്റുന്നില്ല, നാക്ക് മുറിഞ്ഞത് മാറിയിട്ടില്ല ഇതുവരെ. പിന്നെ അവക്ക് ഉറക്കം വരൂലേ? നേരം വെളുത്തതല്ല, 1 മണിയാ രാത്രി. അങ്ങനൊന്നും പറയില്ല. ഇന്നലെ തലച്ചോറ് എന്നെ കൊണ്ട് തീറ്റിച്ചു. ഞാൻ അറിയാതൊന്ന് മിഴുങ്ങി കാണിച്ചു. 2-3 സ്പൂൺ എന്നെ കൊണ്ട് പിന്നെയും തീറ്റിപ്പിച്ചു. മട്ടന്റെ ബ്രെയിൻ സൂപ്പർ ടേസ്റ്റാ, നല്ല ടേസ്റ്റാ. ഇതിനൊന്നും പറഞ്ഞിട്ട് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ആദ്യം എന്നൊക്കെ പറഞ്ഞു, ഇരുട്ടത്തിരുന്ന് ഒരു ചരുവത്തിനകത്ത് കൊണ്ടുവച്ചൊരു മൊത്തം തിന്നു. ഇല്ല ബ്രെയിൻ കഴിച്ചിട്ടില്ല. എന്ത് നല്ല മട്ടൻ കൊണ്ടുവന്നു. കുഞ്ഞാവ കഴിച്ചാണോ? അമ്മ പക്ഷെ ആദ്യമായിട്ട് കഴിച്ചാ. തലയും തലച്ചോറ് ഇസ് ഡിഫറെന്റ്. തല പുറത്തും തലച്ചോറ് അകത്തും. മീൻ എടുക്കടാ. അമ്മ ബാ നമുക്ക് കഴിക്കാം. അന്നാണ് റെസ്റ്റ് എടുക്കട്ടെ. ഇത് കണ്ടോ, ഇത് നല്ല മാംസം. ഇതിൽ മസാലയൊന്നും ഇല്ലെങ്കിലും പച്ചക്കറി അകത്തോട്ട് പോകുന്നുണ്ട്. അല്ല ഇത് അകം പച്ചക്കുരുമുളകിന്റെ ടേസ്റ്റും ഉപ്പും. ഞാൻ കൊതി വെക്കല്ലേ, ഞാൻ ഉപ്പ് നോക്കി തീരുന്ന വരെ നീ അവിടെ നിന്ന് വീഡിയോ എടുക്കണം. ഇതൊക്കെ ഒരു ക്യാമറമാന്റെ ത്യാഗമാണ്. നിന്റെ ക്യാമറ ദൂരോട്ട് പോകാൻ പാടില്ല ഇത് വിട്ട്. ഇലവിട്ട് പോയാൽ അവിടെ വേറെ പലതും കൈവിട്ട് പോകും. അതെ, ഇലവിട്ട് പോയാൽ കൈവിട്ട് പോകും. കുഞ്ഞാ നീ കഴിച്ചോണ്ടിരിക്കുവോ മിണ്ടാണ്ട്? ഇത് എവിടുന്ന് കിട്ടിയ? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് നീ പറഞ്ഞു ഞാൻ കഴിച്ചു തീർത്തിട്ട് അവനെ ടേസ്റ്റ് ചെയ്യാനിരിക്കാം. നിർത്തൂലടാ, നിനക്ക് ഇത്തിരി ആരാധകർ കൂടുതലാ. ഈ പാവം അച്ചാച്ചിക്ക് ഒരു ആരാധകരില്ല. ഇപ്പൊ ഇവനാ പെൺപിള്ളേർ തന്നെ, അത് 18-20 വയസ്സുള്ള പെൺപിള്ളേർ. എന്നിട്ടെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഞാൻ ലൈക്ക് ഇരിക്കുന്നു. വേറെ കാര്യം പറയണേ, ഈ പെൺപിള്ളേർ വിചാരിക്കുന്നേ ഇവളുമാര് മാത്രം ഇവനെ വിളിക്കുന്നുള്ളൂ. ഇവൻ രാവിലെ വൈകുന്നേരം 6 മണി തൊട്ട് ടൈം ടേബിൾ ഇട്ടാ വിളിക്കുന്നത്. അത് തന്നെ. തിങ്കളാഴ്ച മഞ്ജു, ചൊവ്വാഴ്ച രഞ്ജു, ബുധനാഴ്ച സുഞ്ചു. ഇങ്ങോട്ട് കാണിക്കടാ എന്റെ മീൻ. നല്ല ഫ്രഷ് മീൻ. പച്ചക്കുരുമുളക് ഉപ്പ് മാത്രം പെടുത്തുക, മഞ്ഞപ്പൊടിയാ. ദാറ്റ്സ് ഓൾ. ഇനി എല്ലാരും കഴിച്ചു, ഞങ്ങൾ ഇനി കഴിക്കട്ടെ. അളവ് കൂടുതലാണ്. ഞാൻ ഉപ്പിട്ട പറഞ്ഞു, ഉപ്പ് കൂടിപ്പോയെന്ന്. ഇപ്പൊ എന്താ കൂടിയോ? കൂടിയില്ലേ? നളഭാഗം അങ്ങനെ എന്തുണ്ടല്ലോ, ഉപ്പ് ഭാഗം. ഹലോ, താങ്കളോട് പലരും പറഞ്ഞിട്ടുണ്ട് കമന്റില്
കുടുംബത്തോടെ ഇരിക്കുമ്പോൾ മൊബൈലും നോക്കിയിരിക്കലെന്ന്. മോനെ ഇനി നീ ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് ഇതുപോലൊരു ജീവിതം ഒന്നും നമുക്കൊന്നും ചെന്ന് വരാനൊന്നും പറ്റത്തില്ല. ജർമ്മൻ ഷെപ്പേർഡാണ്. എന്താ നിനക്കൊരു നാണം? അടുത്തതായി നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം കിച്ചുവിന്റെ പ്രസിദ്ധമായ ഹോസ്റ്റൽ കോഴിക്കറി. കുഞ്ഞാ പറഞ്ഞല്ലോ ഹോസ്റ്റലിലെ കറി എന്ന് പറഞ്ഞാൽ മതി, കോഴിക്കറി എടുത്തു പറയേണ്ടത്. കുറെ പെമ്പിള്ളാരുടെ കിച്ചു വാക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോയ്ക്ക് എന്റെ വലതു ഭാഗത്ത് നീ ഉണ്ടായിരിക്കുന്നത്. അതിപ്പോ എല്ലാ പെമ്പിള്ളാരും ഇപ്പം കിച്ചു അങ്ങനെ പറഞ്ഞ പെമ്പിള്ളാരെല്ലാം കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കമന്റ് ചെയ്യുക. അത് തന്നെ നമുക്ക് അറിയാതെ അച്ചാച്ച് ചെയ്തൊരു വലിയ സംഭവം ഉണ്ടല്ലോ. ആരൊക്കെയോ ഭയങ്കര മഹത്തരമായിട്ട് അജയ് എൻ്റെ അടുത്തിരുത്തിയാണ് നമ്മുടെ അന്ന് എൻഗേജ്മെന്റ്. ഞാൻ സത്യത്തിൽ അത് ഒരിക്കൽ ഞാൻ അങ്ങനെ ചെയ്തെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പിടിഞ്ഞു പാടാ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന പോലെ കൂടെ ജോലി ചെയ്യുന്ന ആളെ ഒപ്പം ഇരുത്തി ഭക്ഷണം കഴിച്ച ഈ അച്ചാച്ചിയുടെ മക്കൾ എങ്ങനെ ഇതാകുമെന്നും പറഞ്ഞിട്ട് ആരോക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒരാൾ അച്ചാച്ചില്ലേ? എനിക്ക് കമന്റ് ഇടാം. എനിക്ക് വേറൊരാളുണ്ട് ഇപ്പൊ കയ്യാള് കമന്റ് വായിക്കാൻ. സുലോമ കമന്റ് വായിക്കുന്നെന്ന് പറഞ്ഞു കൊടുത്തേ. സുലോമ കിച്ചു കമന്റ് വായിക്കാൻ വന്നിരിക്കും. ആക്ഷൻ കണ്ടോണേ. ഇങ്ങോട്ട് നോക്കണേ കിച്ചു. സുലോമ അച്ചാച്ചി സുലോമ നോക്കിയോ? സുലോമ കിച്ചു സൂപ്പറാ. അടുത്തോണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. ചാരി നിൽക്കും എന്നിട്ടേ ഉള്ളു കഥ. അതിന്റെ പറഞ്ഞ ആയോ മീനായോ? കഴിച്ചിട്ട് തീരുന്നില്ല. ഓൾ കേരള എനിക്ക് കല്ലോങ്ങാല് വേണം. ഇന്ന് എന്റെ മോൻ ആദ്യമായിട്ട് ചുടു വന്നായിരിക്കും ചിലപ്പോൾ. കിച്ചിട്ട് കഴിച്ച സൗന്ദര്യം അല്ല. ഇപ്പൊ എത്ര പേര് തിരിച്ചു വന്നു അറിയാം ജീവിതത്തില്. തമാശ പറഞ്ഞല്ല, അങ്ങനെയല്ല. നീ വിഷമിക്കാതെ തിരിച്ചു വന്നു ഞാൻ ഉദ്ദേശിച്ച ഫാൻസ്. പക്ഷെ കിച്ചുവിന് പറ്റിയത് എവിടെയെന്നറിയോ? കിച്ചു ഒരാളെ കാത്തിരുന്നു. ഇപ്പൊ വരുന്നുണ്ട് ഒരു സ്റ്റൈൽ മുടിയൊക്കെ വെച്ചെടുത്ത്. കൊച്ചു വന്ന അച്ഛനുമായിട്ട്. അല്ല ചേച്ചിയാട്ടോ. ഒരു കാര്യമുണ്ട്, അച്ചാച്ചി പണ്ടത്തെ അച്ചാച്ചിയുടെ മിനി വേർഷൻ ഇവൻ. അതെ, പൈപ്പ് ലൈനിൽ നിന്ന് വന്ന ചേച്ചി. അച്ചാച്ചി ഈ പ്രായത്തിൽ ഇത് തന്നെയായിരുന്നു. ഇവൻ കുറച്ച് മാന്യനായ കോഴിക്കുഞ്ഞ്. നിങ്ങളൊക്കെ ചുമ്മാ കൊച്ചു കിച്ചു എന്ന് പറയും. പക്ഷെ അവനിപ്പോ എന്റെ കൂടെ നടക്കുന്ന എന്താ അറിയോ? എന്റെ അമ്മയുടെ അച്ഛനായിട്ട് എന്റെ മനസ്സിലെ സങ്കല്പം. അച്ഛന്റെ അച്ഛനാ. അങ്ങനെ എന്റെ മുത്തച്ഛനവൻ. അതാ ഇവനെ കൂടെ എന്റെ കൂടെ ഇത്രയും ദിവസം കിട്ടണമായിരുന്നു. ഭാര്യയോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോഴേ ഇതേ ഇവന്റെ അവനെ ഞാനിതാ തീർച്ചയായിട്ടും എന്റെ സങ്കല്പത്തിൽ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെയാലും ഞാൻ അവനെ ചുമ്മാ കളിയാക്കിയോ വഴക്ക് പറഞ്ഞോ എന്തെങ്കിലും പറഞ്ഞ് ആർക്ക് വിഷമം തോന്നിയാലും അവൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്ക്. അത് അമ്മയുടെ അച്ഛനെ അത് ഞാൻ കിടുവിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ അച്ഛനായിട്ടാ. അപ്പൊ കിടുവായിട്ടല്ല അല്ല. അപ്പൊ അച്ഛൻ്റെ അച്ഛനെ എടുത്തിട്ട് തല്ലുന്ന ചില സമയത്ത് അങ്ങനെ തന്നെ വേണം. കാര്യം എന്നെ തല്ലി തീർത്തില്ലയോ? എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചൂലംകെട്ടിന് അടി വാങ്ങിച്ചിട്ടുണ്ടോ? മുരിക്കുമുള്ളിന് അടി വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ മുത്തശ്ശൻ എന്നെ മുരിക്കുമുള്ളിന് അടിച്ചിട്ടുണ്ട്. ഒരിക്കലും നന്നാകത്തില്ല. മുരിക്കുമുള്ളി സത്യമായിട്ട് മുരിക്കുമുള്ളിനൊക്കെ അടി. അന്നേരം ഞാൻ പറയും ഞാൻ ഒന്നേ ഉള്ളേ എന്നെ കൊല്ലല്ലേ, ഒന്നേ ഉള്ളേ എന്നെ ശരിക്കും കീറിനോടാന്ന് പറഞ്ഞ അവരുടെയൊക്കെ അന്നത്തെ കാലത്ത് അതേ ഉള്ളൂ. അമ്മു അന്ന് എന്നെ ഒന്ന് അടിച്ചാൽ അന്ന് വൈകുന്നേരം ഒരിക്കലും മാർക്കറ്റിൽ പോകാത്ത ഒരു ജോലി ചെയ്യാത്ത എൻ്റെ അപ്പൂപ്പൻ അന്ന് എന്നെ പിന്നെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് ചേർത്തോട്ടി കൊണ്ടുപോയി എനിക്ക് ഇഷ്ടമുള്ള പലഹാരം ഇഷ്ടമുള്ള പലഹാരം 2 അടി കിട്ടിയാൽ ഉണ്ടല്ലോ അന്ന് മുടിഞ്ഞ പലഹാരം വാങ്ങിച്ചു തരാൻ പൈസ ഇല്ലെങ്കിൽ കശ്മാവേ കയറിയിട്ട് ഈ ചെറിയ നമ്മുടെ ഇവിടെ പച്ചണ്ടി എന്നാണ് പറയുന്നത്. കുറച്ച് നല്ല ഉണങ്ങിയതൊക്കെ ചുട്ടു തരും, ബാക്കി പച്ചക്ക് കീറി തരും. അല്ല തെങ്ങ കയറിയിട്ട് കരിക്ക് വിരിച്ചിട്ട് 10-25 നമ്മുടെ പറമ്പിൽ തന്നെ 10-25 കരിക്ക് വെട്ടി ഇട്ടാച്ച്. അല്ല വേറെ ഇന്ന് കിടു 2 കരിക്ക് ഇന്ന് കിടു 2 കരിക്ക് നിപ്പി കുടിച്ചു. അവൻ ഇന്നാളെ എന്നോട് പറഞ്ഞല്ലോ അപ്പയുള്ളപ്പോഴെ കരിക്കിടത്തുള്ളൂ. അപ്പയ്ക്ക് മേടിക്കും എണ്ണി വെച്ചാണല്ലോ. ഇത്രയും മലയെണ്ണാനും 5 കരിക്കട്ടെ ഞാൻ പെട്ടുവാ ഇതേ രീതി തന്നെ. ഞാൻ പെട്ടി ഫസ്റ്റ് കരിക്ക് അവൻ കുടിച്ചു പകുതി. അപ്പോൾ ഉടനെ നോക്കിയപ്പോൾ ഒന്നും സുലഭം വന്നു, സുലഭമേയും കുടിച്ചു, ഇവിടെ കുടിച്ചു. ഞാൻ കുടിക്കാൻ എടുക്കുവേ ഇതും വന്നു നല്ല ടേസ്റ്റ് ആച്ചപ്പോൾ എൻ്റെ മേടിച്ചു കുടിച്ചു. എങ്ങോട്ട് പോകുന്ന ആകെ വയറുകൊണ്ട്. അതാണ് പക്ഷെ നമുക്കിനി നമ്മുടെ വലിയ തെങ്ങയൊന്നും കിട്ടിയില്ലേലും എന്റെ കുഞ്ഞിന് കുടിക്കാൻ 10-365 കരിക്ക് കുടിക്കാൻ നമ്മുടെ തെങ്ങയിലുണ്ട്. ഇപ്പൊ കോഴിയാ എടാ, ഊളക്കോഴിയാടാ, അത് അന്തിക്കോഴിയാ, അത് വയറ്റി കിടന്നോളൂ. നീ കഴിക്കുക. ഇത് കഴിച്ചാണ്ടല്ലോ തിളങ്ങും. നീ ഒരു കാലോ മറ്റേ കാലം പിന്നെ ആരാ കോഴി? ഞാനാ ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞെ.
ഞാനിപ്പോൾ നമ്മളിവിടെ കിടക്കുന്നില്ലയോ, ഇവിടെ ഒരു ചുഴി പോലൊരു സംഭവമുണ്ട്. വെള്ളം കലങ്ങിയാൽ വീശിയാൽ കറ്റി എന്ന് പറയുമ്പോൾ അതിനെന്തോ വേറെ മീനും കൂടെ ഉണ്ട്. അക്കരയിൽ നിന്ന് നീന്തി ഇവിടെ കയറി വന്നാൽ ആ കളത്തിൽ കറക്റ്റ് വീശിയാൽ എനിക്ക് കറ്റി കിട്ടും. കറക്റ്റ് ഇവിടെ കയറി എന്നും അങ്ങനെ വീശിക്കൊണ്ട് പോകുമ്പോൾ അമ്മ നോക്കുമ്പോൾ വെട്ടാൻ വയ്യ. അമ്മ പതുക്കെ പുളിമരം ഉണ്ടോ അവിടെ, അതിന്റെ ചോട്ടിലൊരു കുഴിയെടുത്തും കുഴിച്ചിടും. ഫ്രിഡ്ജില്ലല്ലോ. വേറെ എന്താ കേസ് ഉണ്ടായാലും അനങ്ങത്തില്ല. ഇപ്പൊ എന്റെ പേടി ഇവരെ ഞാൻ ആജീവനാന്തം വളർത്തേണ്ടി വരുമെന്നാ. ഇവൻ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഞാനിപ്പോ കിടുവിനെ കാണുന്ന പോലെ എന്റെ കിച്ചുവിനെ കാണുന്നേ. കുഞ്ഞു പിള്ളേരാ, അപ്പൊ നമ്മൾ പലതും പറയും. പലതും പറയും. എന്നാലും അംഗൻവാടി പഠിക്കുന്നു. അവന് വിഷമമായി. ഇത് കണ്ടിട്ട് മീൻകറി എന്ന് പറഞ്ഞേ മീൻകറിയാന്ന് പറഞ്ഞു വന്ന് വിട്ടതാ. ഞങ്ങളെല്ലാം മോക്ക് ചോറ് വേണം, മോക്ക് ചോറ് വേണം. ചോറ് ത്രികോണ ഷേപ്പിലുള്ള ഭയങ്കര എന്റെ ഈ വീഡിയോ മൊത്തം കിച്ചുന്റെ ഇവന്റെ കുൽസിതങ്ങളേ ഉള്ളൂ. ഇവന്റെ കുൽസിതങ്ങളെ കാണാനുള്ളൂ. വേറെ എന്തറിയോ, ഇവൻ പോയി കഴിയുമ്പോഴായിരിക്കും ഇവൻ പോകുമ്പോ ഞാൻ പറയാം ഇവൻ എന്തോ ഒപ്പിച്ചിട്ട് മുങ്ങി വിചാരം തിരക്കൂലല്ലോ. തന്നെയല്ലാതെ കാരണത്തല്ല ഇറക്കി വിടേണ്ടി കഴിച്ചു കാണിക്കാനാണ്. എന്റെ തൊണ്ട മൊത്തം മുള്ളി കുരുങ്ങിയിരിക്കുന്നു. ചെറിയ മീൻ അതൊക്കെ നട്ടല്ലായിരിക്കും. എനിക്ക് ഈ മീനിങ്ങനെ മറ്റേ ജഗതി ബോധം കെട്ടിയെടുക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു അവരുടെ ബാഗിലെടുപ്പില് അമ്മു ആത്മാർത്ഥമായിട്ടല്ലേ മോളെ ചിരിക്കുന്നേ? മീന്റെ നീ മീൻ പിടിക്കണ മീന്റെ ഫിഗർ കാണിക്കാ. ഞാൻ പറഞ്ഞ പോലെ കടിക്കട പോ കഷ്ടമുണ്ട്. അവനെ എടാന്നൊക്കെ വിളിക്കുന്നു. നിന്റെ ബന്ധം ഉണ്ടോ? എങ്ങനെയാന്ന് ആർക്കറിയാ? പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്റെ അനിയനാ. അത്ര വിളി എടാന്ന് വിളി. ഞാൻ എടാന്ന് വിളിക്കുന്നത് എന്നെ ചേച്ചി അപ്പൂപ്പര. എനിക്ക് അവന്തോളൂ. ഇത് പറഞ്ഞു വരുമ്പോഴേ ഞാൻ ഇവന്റെ ബന്ധം മാത്രം എങ്ങനെ കണ്ടുപിടിക്കാൻ നടക്കത്തില്ല. ഒരേ ഒരു ബന്ധമുള്ളൂ. എന്റെ അച്ചാച്ചിയുടെ അപ്പൂപ്പന അവനെന്നാണ് അച്ചാച്ചി പറഞ്ഞത്. എന്റെ അമ്മാവന്റെ കൊച്ചുമോൻ ഇവനെ, എന്റെ അമ്മാവന്റെ കൊച്ചുമോള് അമ്മു. അപ്പൊ പിന്നെ എങ്ങനെയാകും നിങ്ങൾ ബന്ധം തീരുമാനിച്ചു? താൻ ആരാണെന്ന് തനിക്കറിയത്തില്ലെങ്കിൽ താൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ആരെന്നും താൻ ആരെന്നും ഞാൻ തന്നോട് പറയും. കാൻഡിൽ നൈറ്റ് അലരിക്ക് പോട്ടെ. അല്ല അമ്മു മോളെ ഇതേ കിടു ഇവനെ എന്താ വിളിക്കണമെന്ന് മോളൊന്ന് ആലോചിച്ച്. അവൻ ഇഷ്ടമാണ് വിളിച്ചു. ബോക്സിന്റെ ഗ്ലൗസ് ഒറ്റയിടിയാണ് മൂക്കിന്. ഞാൻ പറഞ്ഞു ഞാൻ പോവാ. അയ്യോ വേണ്ട ഞാൻ തൂത്ത് തരാം. ഭയങ്കര ഫീലിംഗ് ആണ് മോളെ. എന്നോട് പറഞ്ഞു വേണ്ട ഞാൻ തൂത്ത് തരാം. ഭയങ്കര ത്രില്ലടിച്ചിരിക്കുക. 9ാം തീയതി കിടുവില്ലെന്നും പറഞ്ഞു. കിടുവിന്റെ വേറൊരു വേർഷനാ ഉഷയമ്മ ഇന്നലെ വിളിച്ച് പറഞ്ഞു. ജനങ്ങളെ പാടിയച്ചേ മോളെ ആ ജനങ്ങളെ പാടിയിട്ടേ ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു പക്ഷെ ഒരു 1.5 വയസ്സുകാരനൊന്നും ഗുരുദേവ് ബാക്കിയൊക്കെ എവിടെയെങ്കിലും കിടക്കട്ടെ. ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ ഇത് എഴുതിയേ. പിന്നെ ഞാൻ പതുക്കനെ ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കാൻ പോവാ. ലോകത്തിൽ ഒരാൾക്കേ ഉള്ളൂ രണ്ട് രാജ്യത്തിന്റെ ദേശീയഗാനം എഴുതാൻ ഭാഗ്യമുള്ളത് രവീന്ദ്രനാഥ ടാഗോർ. അതിലെന്താ അറിയാമോ, അച്ചാച്ചിയുടെ കയ്യെ കിടു ഇങ്ങനെ പാട്ടും പാടി കിടക്കുവാന്ന്. നിനക്ക് ഇതുവരെ മനസ്സിലായില്ല ഇത് 52 സെക്കൻഡേ ഉള്ളത് കിടുവിനോട്. ഞാൻ 20 ഇറങ്ങിയ ഇതാ കേൾക്കുന്നേ. കിടു അവ കിടു വെക്കാം 52 52ആണോ ചാച്ചി? 52 പറഞ്ഞു പോയാ കാര്യമായിട്ടാ പറയുന്നത്. എന്നാലും ഗുരുദേവ് എന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് അതിനെക്കാട്ടി അവനാ വയലാറും ദേവരാജന്മാർ ആലോചിച്ച ദേവരാജന്മാർ മോളെ അവൻ പറയുന്ന ദേവരാജന്മാർ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കണ്ണിക്കൂടാ. എന്നിട്ട് ദേവരായ എത്ര ദിവസം എനിക്കൊന്ന്
കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇതാ പറയുന്നത്. ഞാൻ ഇനി 2 വർഷം കൂടെ ജീവിച്ചിരിക്കത്തുള്ളൂ. 20 വർഷമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു. ഇത് ചിരഞ്ജീവിയാണ്. കൊന്തേ പന്തേം കൊത്തി കുഞ്ഞാ അപ്രന്റീസ് വെള്ളം എടുത്തോടാ. കാല് കൊള്ളലടാ. അവനെ ഞാൻ വളർത്തുന്നേ നല്ലൊരു യുവാവായിട്ട് വാർത്തെടുക്കാനാണ്. വാർക്കയ്ക്ക് കമ്പി കെട്ടിയിട്ടുള്ളൂ ഇതുവരെയായിട്ട്. വാർക്ക തുടങ്ങി. തിങ്കളാഴ്ച ആരൊക്കെയുണ്ട് ഇവിടെ? ഞാൻ ഞായറാഴ്ച ബാക്കപ്പാ. അയ്യോ തിങ്കളാഴ്ച എപ്പോഴാണ് മറ്റേ ഷെഫ് പിള്ളയുടെ ആൾക്കാർ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടായിരുന്നു. കുഞ്ഞാഴ്ച നാളെ പോകണ്ട, അടുത്ത ദിവസം പോവാം. അല്ല ഞായറാഴ്ച പോകല്ല, അപ്പൊ ഒന്നിച്ച് അങ്ങ് പോകത്തില്ലയോ? തുമ്പിയുടെ ഫോട്ടോയും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ കിച്ചനെ വിടും. അത് എല്ലാരും കാണുന്നുണ്ട്. എന്റെ അക്കൗണ്ടിൽ തുമ്പിയുടെ ഫോട്ടോ ഇല്ല, മറ്റേ ഡാൻസ് കളിക്കുന്ന ഒരു കൊച്ചിന്റെ ഫോട്ടോ. മൈ സിസ്റ്റർ. ഫെബ്രുവരി 8-ാം തീയതി. കിച്ചുവിന്റെ ആരാധകരുടെ ശ്രദ്ധയ്ക്ക് കിച്ചുവിലേക്കുള്ള കിച്ചുവിലേക്കുള്ള യഥാർത്ഥ വഴി എന്ന് പറയുന്നത് കിച്ചുവിന്റെ പെങ്ങള് വഴിയാണ്, തുമ്പി വഴി. അപ്പൊ തുമ്പിയുടെ അരങ്ങേറ്റം വലഞ്ചുഴി അമ്പലത്തിൽ അരങ്ങേറ്റമല്ല, ഉത്തരേസ്പിള്ളയുടെ ഭരതനാട്യവും പലതരത്തിലുള്ള നൃത്തങ്ങളും വലഞ്ചുഴി അമ്പലത്തിലുണ്ടായിരിക്കും. പിന്നെ ആരാധകരുടെ കിച്ചു സ്പോട്ടിലുണ്ട്. അന്നല്ലയോ നമ്മുടെ ഇവിടെ കിച്ചുവിനെ കാണാൻ ടിക്കറ്റ് 100 രൂപ. അത് ഗൂഗിൾ പേ ആണ്. അല്ല എന്റെ സ്കാനർ. അന്നാണ് പിന്നെ കുഞ്ഞാവയുടെ അത് 9-ാം തീയതി. 9 അപ്പൊ 8-ാം തീയതി ഇവിടുന്ന് അയ്യോ പോകണം. കേരളതാമസം അങ്ങനല്ല മോനെ, 8-ാം തീയതി ഞങ്ങൾക്ക് ഇവിടുന്ന് പോയെങ്കിലേ 9-ാം തീയതി അവിടുത്തെ കയറി താമസം കൂടാൻ പറ്റത്തുള്ളൂ. അച്ഛല്ലേ പറഞ്ഞ എല്ലാവരും പോണ്ട, വീട്ടിൽ ആളില്ല. ഈ പാതിരാത്രി മീൻ വളർന്നു. നിന്റെ കയ്യിൽ എത്ര ലക്ഷം രൂപ ഉണ്ട്? നിന്റെ ഇത് പറ്റും. 200 രൂപ ഇപ്പൊ ഞാൻ മാള വെട്ടിക്കൊണ്ടുവരുമല്ലോ. ആർക്കാണ് ലക്ഷം? ഇതിങ്ങനെ ചെയ്തോണ്ടോ? അല്ല മോനെ, മക്കളെയും മരുമക്കളെയും അവിടെ കിടന്നിട്ട് പനയോലയുടെ പാള വെട്ടിട്ട് മീൻ പറക്കാൻ പറ്റത്തില്ലല്ലോ. വറുത്തത് നീ കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു കേന്ദ്ര ബിന്ദു നമ്മൾ ഉണ്ടല്ലോ. പണ്ട് പഠിക്കുമ്പോ ഇല്ലേ കൂട്ടത്തിൽ പെടാത്തവനെ മാറ്റി നിർത്താൻ. വട്ടം വരയ്ക്കാൻ എന്തോ പോയിട്ട് വട്ടം വരയ്ക്കാൻ പുകയുടെ വീഡിയോ എടുക്കുവാൻ. ഇത് കണ്ടോ മോനെ, ഇച്ചിരി നാരങ്ങ ഇവിടെ ഉണ്ടായിരുന്നുണ്ടോ? ഇവര് നാരങ്ങ വാങ്ങിച്ചോണ്ട് വന്നില്ല. ഇച്ചിരി നാരങ്ങ 1 മണിക്ക് ആരാ നാരങ്ങ ഞാൻ പിടിച്ചു കൊടുക്കും. മഴയായിരിക്കും, പറിക്കാനുണ്ട്. അമ്മതിന് മഴയായിരുന്നു. പറിച്ചോണ്ട് വരണം. അത് ബുഷ് പറഞ്ഞാൽ ഇല്ലേ ദിവ്യചേച്ചിയോട് ഈ പറഞ്ഞ നാരങ്ങ കണ്ടവർക്ക് കമന്റ് ചെയ്യാൻ പറയുന്നില്ലേ? കേട്ടോ വേണേ വരട്ടെ. 23-ാം തീയതി പോവാം. 23-ാം തീയതി അവന്റെ അച്ഛൻ എന്തോ അവരെന്തോ അവൻ തന്നിട്ട് ഇതുപോലെ ഇല്ല അതൊന്നുമല്ല. ഒരു കടുവ വീടിന്റെ അടുത്തുള്ള രാജച്ചെന്നെ അവിടെ നീ ഉണ്ടോ? അല്ല അജയിലെ പേടിക്കാൻ, അജയിലെ പേടിക്കാൻ അജയ് ഞാൻ പറഞ്ഞു വിടുന്ന. കാരണം ഇപ്പൊ കിച്ചുണ്ടല്ലോ, ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഒന്നട വിട്ടേ ഉള്ളൂ. അതും വീഡിയോ എടുത്താൽ മതി, എഡിറ്റിംഗ് ഞാൻ ചെയ്തോളൂ. ബാക്കി സമയം എന്താ കോഴിയെ തഴുകുക. കോഴിയുടെ കൂട്ടത്തിലാവുണ്ടല്ലോ അവന് പ്രശ്നമില്ല. പരക്കാർ തമ്മിലേ ചേരൂ. കുട്ടി ചെയ്തത് നിങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് കോഴി അഴിച്ചു വിടുക, തീറ്റ കൊടുക്കുക. അതല്ല എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. കിച്ചു നമ്പർ പേഴ്സണലായിട്ട് പഠിച്ച പെമ്പിളാർ മൊത്തം കമന്റ് ചെയ്യാം. പേര് സൈതോ അറിയാം, എനിക്കറിയാം എല്ലാത്തിനെയും. എനിക്ക് അറ്റൻഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ അല്ല അപ്പൊ ഒന്നിനെ വരട്ടിയതല്ല, വേറെ എന്തിനാ ഞങ്ങൾ ഇതുപോലെ എന്തോ കാര്യം പറഞ്ഞപ്പോഴല്ലേ അവള് മെസ്സേജ് അയച്ചിട്ട് പോയി. എന്തോ ആയിരുന്നടാന്ന് പേരൊന്നും പറയുന്നില്ല, എന്തോ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ദീപി ചേച്ചി എന്തോ ഫോൺ വിളിക്കുന്നതായിട്ട് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ ചോദിച്ചു അവര് പോയോ എന്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങക്ക് കുഴപ്പമൊന്നുമില്ലടാ, നിങ്ങൾ ചെല്ലിതോളാം. ഇപ്പൊ ഫോൺ ചാർജിൽ വെച്ചിട്ട് പോയി, ചായടാ പോയി. പ്രശസ്തമായ ചായ. ഞാൻ പറഞ്ഞു ഞാനും അമ്മയും കൊച്ചും കൂടെ അവിടെ എടുത്തപ്പോൾ ഇവന്റെ ഫോൺ ആദ്യം വീഡിയോ കോൾ വന്നു. ഞാൻ ചിരിച്ചോണ്ട് എടുത്തപ്പോൾ അവള് കട്ട് ചെയ്തു. അത് ഇഷ്ടപ്പെട്ടില്ല. കട്ട് ചെയ്തിട്ട് കോൾ ചെയ്തു. അവിടുന്ന് മിണ്ടുന്നില്ല ഇവിടുന്ന് മിണ്ടുന്നില്ല. ഏതടാ ആരാ ആരാ പേര് പറഞ്ഞു. എന്താ അല്ല അവനുണ്ടോ? ഞാൻ പറഞ്ഞില്ല, അവൻ നടക്കാൻ പോയിക്കോ. ഞാൻ ഉദ്ദേശിച്ചത് ആരോടൊപ്പം പറയാം. 2ാമത് വിളിക്കും പറഞ്ഞു വെച്ചാൽ ഹൗസ് ഓണറിന്റെ മോളുടെ കൂടെ നടക്കാൻ പോയത്. ശരിക്കും ചായടാനാ പോയെ. ഞാൻ വിളിച്ചെന്നൊന്ന് പറയണേ, മറ്റേയാണെന്ന് ഞാൻ എനിക്ക് മനസ്സിലായി. നിങ്ങളൊന്നും എങ്ങനെയാ പരിചയം? അപ്പൊ പരിചയം കാര്യമൊക്കെ പറഞ്ഞു. ശരി ഓക്കെ വെച്ച്. ഒരു മിനിറ്റ്, ഒരു വലിയ കമന്റാ നമ്മുടെ വീഡിയോ വരുന്നത്. നീ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, ഇടക്കിടക്ക് ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞ ആരൊക്കെയോ കമന്റ് ഇടുന്നുണ്ട്. ഏത് വലിയ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാൽ അതിനൊരു ഇൻചാർജ് ഉണ്ടാവും, കൺട്രോളർ. അതാണ് ഞാൻ അല്ലേ. ലുലുമോളിന് വരെ കാര്യങ്ങളിൽ ചെയ്യാൻ ഒരു ഇൻചാർജ് ഉണ്ട്. പിന്നെ ലുലുമോളിനെ ആരെല്ലാം അടിച്ചു വിട്ടിട്ടുണ്ട്. സ്വരാജ് സാർ വേറെ ഏഷ്യയിലെ തന്നെ. അപ്പൊ എത്ര വലിയ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒരാൾ ഉണ്ടാവണം അതിന്റെ മേൽനോട്ടം വയ്ക്കാൻ. അങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വയ്ക്കുന്ന ഞാൻ. അതുകൊണ്ടാണ് ശ്രീകണ്ഠ സാറുണ്ടല്ലോ SKN പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ ക്യാമറമാരുടെ കാര്യം പോക്കാന്നല്ലോ എന്നാ പറഞ്ഞേക്കുന്നത്. നീ അത്രയൊന്നും ആദ്യം സെൽഫി ക്യാം എടുത്തിട്ട് അവൻ തന്നെ എന്തെങ്കിലും പിറുപുറ പറയും. അതുപോലെ ഇവൻ വോയിസ് മെസ്സേജ് അയച്ചോണ്ടിരിക്കും. എനിക്കിത് വീഡിയോ കാണുന്നത് ചേച്ചി അടുത്ത് നീ എന്നെ വിളിക്കാൻ പറ്റും.
ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതോ ഒരെണ്ണം തന്നെ ഫോർവേഡ് ചെയ്യുക 10-15 പേർക്ക്. കിച്ചുന്നില്ലാണ്ടായി അതന്നെ പറഞ്ഞേ. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് തിരിച്ചാൽ സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടേ. പ്രായപൂർത്തിയാവാത്ത ചെറുക്കനാ. അതുപോലെ ആവുന്നില്ല, ആവുന്നേ ഉള്ളൂ, 1 മാസം കൂടെ ഉണ്ട്. ഒരുപാട് കൊച്ചു പെമ്പിള്ളേർ പറയട്ടെ, കൊച്ചു പെമ്പിള്ളേരൊക്കെ നമ്പർ തപ്പി പിടിച്ച് ഇൻസ്റ്റാ വഴിയൊക്കെ നിന്റെ പറയാറായിട്ടില്ല. ഒരു പരിധി വരെ തമാശം കാര്യമൊക്കെ നമ്മളെല്ലാവരും എന്റർടൈൻ ചെയ്യും. ജീവിതം വെച്ചാരും കളിക്കരുത്. അത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്ന. ഈ കാണുന്ന ചിരിയും കളിയൊന്നും അല്ല, അതിനപ്പുറത്തേക്കൊക്കെ ഒരുപാട് ജീവിതങ്ങളുണ്ട്. പെട്ടെന്ന് സീരിയസ് ആയി പോയി. ഓക്കെ കേരള ഫയർഫോഴ്സിനും ഇവിടെ കൂടി എല്ലാവർക്കും എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും അമ്മൂന് ആ ഒരു കാലത്തൊക്കെ അമ്മൂന്റെ കെട്ടിനോട് വില എത്ര പെൺപിള്ളേർ പറഞ്ഞു പറയാ അമ്മൂ. കുറച്ച് മുന്നേ കൂടെ പറഞ്ഞുള്ളായിരുന്നു, കെട്ടിയില്ലായിരുന്നു. ഇപ്പൊ എത്ര പേരുടെ പിന്നാലെ കഴിഞ്ഞില്ലേ? അത് അണ്ണാണിയുടെ കഴിവ് കൊണ്ടല്ല, അമ്മൂന്റെ ഇടത് വാക്കാ. ഒരെണ്ണം കിട്ടിയ ഇരുന്നു പോകും അണ്ണാണി അവള്. മറ്റേ ഇതിനകത്ത് പറയല്ല, അന്ത കാമണിയിലെ എന്തോ ഒരു പാട്ട് പാടുവീങ്കളാ. സത്യചേട്ടനെ വിളിച്ചിട്ട് പോയി കാമണിയിലെ ഗാനം പാടുവീങ്കളാ. നാളെ കുഞ്ഞാച്ചേട്ടനെ കൊണ്ടുവിടാൻ പോണ്ടേ? എനിക്ക് നാളെ ഒരുപാട് ജോലിയുള്ള ദിവസം. എവിടെ നിന്ന് തുടങ്ങണോന്നേ. അല്ല കുഞ്ഞാഞ്ചേട്ടൻ നാളെ തന്നെ പോന്നേ. കുഞ്ഞാ എനിക്ക് തല കറങ്ങണടാ. ഞാൻ അറിയാതെ ആരോടോ പറഞ്ഞു എന്തുവാ, ഒരാൾ പോയപ്പോ ഇതുപോലെ എന്റെ കുഞ്ഞമ്മ പോയപ്പം കുഞ്ഞമ്മയുടെ മോനെ ഇതുപോലെ MRIക്ക് അകത്ത് കയറ്റിയെന്ന്. അപ്പൊ ജീവിച്ചു. അപ്പൊ നേഴ്സ് വന്ന് ചോദിച്ചു പേടിയുണ്ടോ? അല്ല അങ്ങോട്ട് എനിക്ക് പേടിയുണ്ട്, എന്നെയും കൂടെ വേണം, ഒരാളെ കൂടെ വേണമെന്ന്. ഇവന്റെ MRIക്ക് ആർക്കും MRIക്ക് കൂടെ ആളെ കിട്ടി. അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു കൂടെ ആളെ കിട്ടുന്നത്. അപ്പൊ എന്നോട് സിസ്റ്റർ വന്ന് ചോദിച്ചു പേടിയുണ്ടോ? ഞാൻ പേടി ഉണ്ടെങ്കിൽ ആരെങ്കിലും കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാ. അങ്ങനെ അവനകത്ത് കയറ്റി. ഞാൻ നോക്കിപ്പോണ്ടല്ലോ, ഞാൻ ഇതിനകത്തിരിക്കുന്നു. അവനൊരു ഹെഡ്ഫോണും വെച്ച് ചാരി കുഞ്ഞാറ്റ മറ്റേ പ്രത്യേകതല്ലേ, നേഴ്സുമാരൊക്കെ എങ്ങനെയുണ്ട്? 1-2 കൊള്ളാം. കുഞ്ഞാ നിനക്ക് ചുമ വന്നതിന്റെ കഥ പറയണോടാ? അമ്മ ഉണ്ടെങ്കിൽ പറയാനായിരുന്നു, ഞാനതങ്ങ് വിട്ടുപോയി. അതായത് അമ്മൂന്റെ അച്ഛൻ ആശുപത്രി കിടക്കുന്ന സമയം, കോവിഡിന്റെ സമയമേ, ഞാൻ കേട്ടിട്ടുണ്ട്. കോവിഡ് തുടങ്ങി അമ്മ കേട്ടോണം കേക്കണ്ട കഥയാണ്, വീരസാഹസി കഥ. കോവിഡ് തുടങ്ങിയ സമയം എല്ലാരും ഭയങ്കരമായിട്ട് മാസ്ക് വെക്കുമല്ലോ. അപ്പം അച്ഛൻ ഇതുപോലെ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇവനാണ് അച്ഛൻ്റെ എല്ലാ കെയർ ടേക്കർ, എല്ലാ പരിപാടി. അച്ഛന് മറ്റേ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്ന എല്ലാം കുഞ്ഞാവ് തന്നെയാണ്. അപ്പോൾ ആശുപത്രി അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം നല്ല ചെറിയ പെമ്പിള്ളേർ നേഴ്സുമാർ. ഇവൻ തല പോയാൽ മാസ്ക് വെക്കത്തില്ല. മാസ്ക് വെക്കത്തില്ലെന്ന് പറഞ്ഞാൽ കൊന്നാലും മാസ്ക് വെക്കൂല. കാരണം ഈ പെമ്പിള്ളേരെ കാണുമല്ലോ. പെമ്പിള്ളേര് കാണുമല്ലോ, പെമ്പിള്ളേരെ കാണല്ല, പെമ്പിള്ളേര് ഇടയ്ക്കിടയ്ക്ക് മാസ്ക് തുടയ്ക്കുന്നു വെക്കുന്നു. ഇവനൊരു ചുള്ളനാണെന്നല്ല ആ സമയത്ത്. അങ്ങനെയായിരുന്നു എന്താ കാലം. അവസാനമായിട്ട് അച്ഛൻ പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ അമ്മൂനോട് പറയുന്നുണ്ട്, അബി എനിക്കൊരു സംശയം, ചെറുതായിട്ടൊരു പണി കിട്ടിയോന്ന് തോന്നുന്നുണ്ടോന്ന്. അപ്പോൾ അമ്മൂനും വയ്യ. ഇവർ രണ്ടുപേരോട് ആശുപത്രി പോയി. അമ്മ ഇങ്ങോട്ട് ഗൈനക്കോളജിയിലും ഇവൻ ഇങ്ങോട്ട് നേരെ ICUലും ചെന്ന് നോക്കിയപ്പോൾ ന്യൂമോണിയ അങ്ങേ അറ്റം പറ്റി. അങ്ങനെ അന്ന് കിട്ടി. അന്ന് ആ ന്യൂമോണിയ, കോവിഡ് ന്യൂമോണിയും കൂടെ ഒരുമിച്ച് വന്നിട്ടാണ് ആശാന്റെ എന്താണ് ഒച്ചയടപ്പു സംഭവം എല്ലാം വന്നത്. പിന്നെ ശ്വാസകോശം എന്നിട്ടെന്തായി, അവിടെ നിന്ന് എല്ലാ സിസ്റ്റർമാരുടെ ചെറുക്കനെ പരിചരിക്കാൻ വന്നോ? അതുമില്ല. അവൻ കണ്ട ആശുപത്രി വേറെ, പൈസ കളയണ്ടെന്ന് നിർത്തി. ഇവൻ നേരെ ഗവൺമെന്റ് ആശുപത്രി പോയി. അവിടെ കാണുന്ന ഏതെങ്കിലും സിസ്റ്റർ ഉണ്ടല്ലോ ഒന്ന് കമന്റ് ഇട്ടേക്കാൻ. ആ സിസ്റ്റർമാരൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ അവനെ അറിയത്തില്ലല്ലോ, മുഖം കണ്ടറിയായിരിക്കുമല്ലോ. നിങ്ങൾ എവിടെയിരുന്നു ഓർത്ത് നോക്കിയേ, കോവിഡ് വാർഡിൽ മാസ്ക് വെക്കാണ്ട് ഇങ്ങനെ മുടിയും കൊണ്ട് നടന്നു. അതെ അങ്ങനെ കോരിക്കൊണ്ട് മുടി കോരിക്കൊണ്ട് നടന്നവൻ. ഒരോപ്ഷൻ കൂടെ പറയാം, പെമ്പിളരെ കണ്ട ശ്വാസം വിടില്ല. പെമ്പിളരെ കണ്ട വയറ് പിടിച്ചു വെക്കുന്ന കേരളത്തിലെ മറ്റൊരു പുരുഷല്ലോ, ഡയറി മിൽക്ക്. അവളെ അഴിച്ചു വിട്ടേക്കോ. പറമ്പിൽ കൂടെ എന്തൊക്കെ തൈ തിന്നു ആർക്കറിയാം. രാവിലെ മിക്കത്തിറങ്ങി വന്നിട്ട് വിളിക്കും അച്ഛാ അച്ഛാ. ഓ ഇന്ന് വിളിക്കും അമ്മേന്ന് വിളിക്കും, അച്ചാച്ചിയകത്ത് വിളിക്കും മോളെ. അപ്പൊ അവളത്തെ വിളിക്കും അമ്മേ. കാരണം അച്ചാച്ചി പോയി പശുവിനെ കറന്നെങ്കിലേ അവൾക്ക് അകത്ത് കയറി പാൽ കുടിക്കാൻ പറ്റും. മറ്റേ അടച്ചിട്ടേക്കുമല്ലോ അവളെ ഗ്രില്ലിനകത്ത്. അതിൽ കിടക്കുന്ന ചേച്ചിയുടെ കിടക്കത്തുള്ളൂ. മഞ്ചാടി ആദ്യത്തെ പ്രസവത്തിലല്ലേ ചേച്ചിയുടെ കിടക്കുള്ളൂ. വേറെ കാര്യം, 2-3 ദിവസം പട്ടിക്ക് രാവിലെ മുട്ട പുഴുങ്ങി കൊടുക്കും. ചെറിയ എബീസോനായിരിക്കും. എന്റെ പൊന്നടി എന്നെ ഇടം പോലെ രണ്ടും പെടത്തില്ല. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ വരുമ്പോ തള്ളി കിട്ടും. ഉമ്മച്ചിന്റെ പരിപാടി പറയുമ്പോ എന്തെങ്കിലും സന്തോഷം വന്നാൽ കൈ ഒറ്റപ്പൊക്കെ ഒരൊറ്റടിയാ. വലിയ തറയിലെങ്കിലും അടിക്കണം. കേസുകൾ നടപടിയെടുത്ത് പോലീസ്. പട്ടിയുടെ വസ്ത്രധാരണം, അസമത്തെ സഞ്ചാരം എന്നിവയാണ് പ്രതികൾക്ക് കളിയാക്കിയിട്ട് ട്രോളാന്ന്. കുറച്ച് കഴിഞ്ഞു പോവാം. എന്തായാലും വന്നിരുന്നില്ലേ? നീ 5-6 മണിക്കൂർ ഉറങ്ങിയതാ. അതിന് അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ ഞാൻ പോകുമ്പോ വിളിക്കാം. ബന്ധമുണ്ട്.
ഞാൻ ചോദിച്ചു കച്ചാച്ചി ചോദിച്ചേക്കുന്നത് രാവിലെ തൊട്ട് എന്താ അണ്ണാണി പൊക്കോ, ഞാൻ കാറൊക്കെ കൊണ്ടുവന്നുള്ള ആളെ. എൻ്റെ ഭാര്യയോടല്ല ഞാൻ പോകുന്നില്ല. എന്നാ അവിടെ എന്നാ അവിടെ ഏതൊരു റോഷന പറച്ചിലെടുത്തത് എൻ്റെ ഭാര്യയുടെ, ബാക്കിയുള്ളവരൊക്കെ വല്ലവൻ്റെ ഭാര്യയുടെ കൂടെ അല്ലേ പോകുന്നത്? കുട്ടികളാണ് എൻ്റെ മലക ഇതാ കോപ്പിറൈറ്റാ. എന്തോടെ ഇത്? വണ്ടിക്കകത്ത് കയറാൻ പറ്റില്ല. പഴയ ബാർബർ ഷോപ്പിന്റെ ഒരു അവസ്ഥയാ. ഒറ്റയ്ക്കങ്ങ് പാട്ടിടുവൻ. ആ അതെന്താന്ന് അവസ്ഥ വെച്ചാൽ നിന്റെ വണ്ടിയെ പോലെ ചെവിയല കേക്കണ്ട. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് എല്ലാരും കിടന്നുറങ്ങുക, ഞാൻ ഒറ്റയ്ക്ക് പാട്ടൊക്കെ പാടി. അങ്ങനെ വരണം. കുഞ്ഞാവ് ബാക്ക് സീറ്റിൽ ഗ്യാപ്പിലൂടെ കാല് ഫ്രണ്ടിലോട്ട് വെച്ച് കിടന്നു. ഞാൻ ഫ്രണ്ട് സീറ്റ് സുഖമായിട്ട്. കുഞ്ഞാവ് ആദ്യമായിട്ടാടാ അങ്ങനെ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നേ. ഇല്ല, ആ വീട്ടിൽ നിന്ന് അവൻ ടെൻറ്റി കയറി കിടന്നുറങ്ങി. കുഞ്ഞാവ് അവിടുന്ന് ഉറങ്ങി വന്നു. കിച്ചു അവിടുന്ന് വണ്ടി എടുത്തു. അവൻ പഠിക്കണ്ടേ പിന്നെ. അല്ലൊരു കാര്യമുണ്ട്, അവനെ വണ്ടി കൊടുത്തിട്ട് ഉറങ്ങി ഞങ്ങളുടെ ധൈര്യവും. ഞങ്ങളാണ് ശരിക്കും പോരാളികൾ. വേറൊന്നും പറയട്ടെ, ഈ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യം എനിക്കാ. എന്റെ കൂടെ വന്നല്ലേ. ലൈസൻസ് കിട്ടി അല്ല, അങ്ങനല്ല, വാഗണർ കൊണ്ട് നമ്മൾ പോയി. അങ്ങനെ വാഗണർ കൊണ്ട് പോകുന്നല്ല കിച്ചു. ഞാൻ പറയാം, ഇവക്ക് ലൈസൻസ് കിട്ടിയപ്പോഴത്തേക്കിന് പിന്നെ ഒരു ഉച്ചയ്ക്ക് 2:30 ലൈസൻസ് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഓടിപ്പിക്കുന്ന അണ്ണൻ പറഞ്ഞു മോളെ കൈയൊക്കെ എന്ത് തെളിയണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഞങ്ങൾ പിന്നെ കണ്ണൂർ പോകാൻ വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്തതാണ് ട്രെയിന്. അപ്പോൾ പെട്ടെന്ന് അമ്മുവിന് പരീക്ഷയുടെ റിസൾട്ട് ഇത് വന്നു, ഡേറ്റ് വന്നു. അപ്പോൾ അമ്മു ഇല്ലാതെ പോകണമെന്നൊരു പെട്ടെന്ന് പ്ലാൻ. അമ്മന് സോമനറിയാലോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞാൻ നമുക്ക് കാറിനങ്ങ് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവളിനോട് ചോദിച്ചു നമുക്ക് കാറിന് പോയാലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നിട്ട് ഇവർക്ക് അറിയത്തില്ല. ഇവളെ വിളിച്ച് അണ്ണോട് ചോദിച്ചു. അണ്ണാ പെട്ടെന്ന് തിരക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു കാലിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ്, പെട്ടെന്ന് തിരക്ക് വരുമ്പോൾ എന്തുകൊണ്ട് അണ്ണൻ പറഞ്ഞു കൊടുത്തു, എങ്ങനെ എണ്ണം എല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാ ഫോൺ വഴി വീട്ടിലാരും പറയുന്നില്ല. അമ്മൂനോട് വരുന്നോന്ന് ചോദിച്ചു. കൊച്ചിനെ അടുത്തോട്ട് കയറി. ഞങ്ങൾ ഒറ്റ പോക്ക് കണ്ണൂരിൽ. അതായത് കണ്ണൂർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു. കണ്ണൂർ ഓടിച്ചേ, എങ്ങും നിർത്തില്ല. കണ്ണൂർ വരെ ഓടിച്ചു. എനിക്ക് ഇപ്പൊ അതിശയമാടാ. ഞാൻ എങ്ങനെ പോയി. വണ്ടിയിൽ അതോ ഏത് പാട്ടറിയോ? ഉല്ലല്ല ഉല്ലല്ല അതിട്ടേ ഞാൻ പാടി. അതപ്പോൾ പെട്ടെന്ന് പോകും. തൃശ്ശൂർ ഹൈവേ പാസ് നാട്ടിൽ അയിലും പോകുന്ന കാലടിയല്ലേ, കാലടി പാലം കഴിഞ്ഞപ്പോ എനിക്ക് ഓക്കെ ആയി. അല്ല, കാലടി പാലം കഴിഞ്ഞപ്പോ എനിക്ക് ഓക്കെ ഓടിക്കുന്നത്. അതുവരെ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കണ്ണൂരുള്ളവർ ഉറങ്ങിയിട്ടില്ല. അമ്മോ നിധി ഒന്നും ഉറങ്ങിയിട്ടില്ല. അവരാവുന്ന പറഞ്ഞ് വരരുത് വരരുത്. ഞാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട്, നമുക്ക് പോവാന്ന് പറഞ്ഞു. സിമ്പിൾ ആയിട്ട് പറയാം. അർജുനൊരു വില്ല് പാട്ട് വെച്ചേക്കും. അർജുനൊരു വില്ല് പാട്ട് വെച്ചാൽ നിനക്കറിയില്ല. അർജുനൊരു വില്ല് ആ പാട്ട് വെച്ചാൽ 2-3 കാര്യമുണ്ട്. നമ്മള് വളവൊക്കെ വരത്തില്ലേ, വളവ് വരുമ്പോ ബ്രേക്കേ കാല വെക്കാൻ പറയല്ലേ. ഞാൻ അവനെ ഉപദേശിച്ചോണ്ടിരിക്കുക. വളവ് വരുമ്പോ ചവിട്ടി വളയ്ക്കണമെന്ന്. അല്ലല്ല സ്പീഡ് തന്നെ അങ്ങനെയല്ല ഞാനവൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ആ ചോദ്യം വേറൊരാക്കുണ്ട് കേട്ടോ. സ്കൂട്ടർ ഓടിക്കുമായിരിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ചോദിക്കുക. വളവല്ലേ നമ്മളിപ്പോ എവിടെയാന്ന് വെച്ചാൽ വളവാ അണ്ണാണിയാ. എവിടെയാന്ന് വെച്ചാൽ കയ്യും കൊണ്ട വണ്ടി ഓടി വർത്താനം പറയുന്ന അണ്ണാണി. അണ്ണാണി വർത്താനം കൈ ഇങ്ങനെ ഇരിക്കും. ഇതെങ്ങനെയോ ഇവിടെ ദീപ്തി ഓടിക്കുന്നേ പാലാല ഇറക്കുന്ന വളവിൽ ബാക്ടർ തറയും പൊട്ടത്തില്ലെന്ന് വണ്ടി പൊക്കി ചുമ്മാ പറയുന്ന ഓപ്ഷനല്ല. വേണേ രണ്ടെണ്ണം മുട്ടിച്ചാൽ അതെ. ആനക്ക് 3 കാലിന്റെ ആവശ്യമുള്ളൂ, 1 കാലം എക്സ്ട്രാ. അതുപോലെ ഉള്ളൂ. ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര മറ്റേ റേസിംഗ് ഫീൽ ഉള്ള ആൾക്കാരാ. ബാബാ ബാബാ പറഞ്ഞിട്ട് പിന്നെ വിളിച്ചു വരുത്തിയേ. ഫുഡ് കഴിച്ചു പോവാ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. സ്വിഗ്ഗി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അമ്മു എല്ലാ സാധനവും ഉണ്ടല്ലോ. അമ്മു എല്ലാ അമ്മു എല്ലാ സാധനവും ഇൻസ്റ്റാമാർട്ടിലാണ്. ഒരു കവർ പാല് ഇൻസ്റ്റാമാർട്ട്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും കൊണ്ടുതരും. പലചരക്ക് സാധനം വേണോ, മീൻ വേണോ, മുട്ട വേണോ, എല്ലാം ചെറിയ ചെറിയ സാധനം എല്ലാം കൊണ്ടുതരും. അത് ഓൺലൈൻ ആപ്പാടി. ആ ഷോപ്പ് ചൂസ് ചെയ്യാൻ, എല്ലാം ചൂസ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ എന്തോ മിനിമം 100 രൂപയുടെ സാധനം വേണം. അതുകൊണ്ട് പറയുമോ അറിയാവുന്നൊരു 30 രൂപയുടെ സാധനം വേണമെങ്കിൽ അവളെന്ത് 70 രൂപയുടെ എക്സ്ട്രാ സാധനം ഓർഡർ ചെയ്യും. കാരണം മിനിമം 100 രൂപ വേണം. വല്ലാത്തൊരു ജീവിതം. ഇവിടെ കിട്ടത്തില്ല ചേച്ചി. ഇവിടെ ഇൻസ്റ്റാമാർട്ട് വരും. ഇവിടുത്തെ സ്വിഗ്ഗി ഉണ്ട്. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അടുക്കള എന്നുള്ള സ്ഥലം ഞാൻ കൊണ്ടു കൊടുക്കും. അടുത്ത സ്വിഗ്ഗി ആയിരിക്കുന്നത്. അല്ല എന്റെ സ്വിഗ്ഗി അതേ ഇരിക്കുന്നത്. അല്ല ഡ്രാഗണിലുണ്ട്, ചിറ്റാറിലുണ്ട്, കൊണ്ടുതരും. ഞാനും അമ്മ കൂടെ കഴിഞ്ഞ ദിവസം പാർലറിൽ പോയില്ലേ, അവിടെ ബിരിയാണി കൊണ്ടുവന്നായിരുന്നു. ആ ബിരിയാണിയുടെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ അവിടെ അല്ല ഞാൻ പോകുന്നുണ്ട്. എനിക്ക് വേറെ കുറച്ച് കാര്യമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ.
നോക്കട്ടെ പത്തനംതിട്ടയ്ക്കാണോ ഞാൻ പോകുന്നതെന്ന് ആദ്യം ഒന്ന് ആലോചിക്കട്ടെ. എനിക്ക് 1-2 പരിപാടികൾ. അല്ല നാളെ കുഞ്ഞാ പത്തനംതിട്ട പോകുന്നില്ലേ? കുഞ്ഞാവ ഇനി കാറിനല്ലല്ലോ പോകുന്നത്. കുഞ്ഞാ ബസ്സിനെ പോകത്തുള്ളൂ. മറ്റന്നാൾ കുഞ്ഞാ ബസ്സിനെ പോകത്തുള്ളൂ. മറ്റന്നാൾ പോകണ്ടെന്ന് പറഞ്ഞ നാളെ നോക്കാം. എന്തുവാ